കൊല്ലത്ത് 8 വയസ്സുകാരി നിയ ഫൈസൽ വിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരെ പ്രതി ചേർത്ത് കേസെടുത്തു. സൂപ്രണ്ട് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് പുനലൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. നിയ ഫൈസലിന്റെ അമ്മ നൽകിയ പരാതിയിലാണ് കേസ്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, നേരത്തെ തന്നെ വിവാദമായ കേസാണ്, എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഇക്കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ കുട്ടിയെ പേവിഷബാധയേറ്റ് പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നെങ്കിലും ഈ പേവിഷബാധയേറ്റുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും പിന്നീട് ഈ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാവ് പുല്ലൂർ പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ ഇതിൽ കേസെടുക്കാൻ വിസമ്മതിച്ചു. പിന്നീട് നിരവധി പരാതികൾ പലയിടങ്ങളിലായി നൽകി. പക്ഷേ ഇവിടെയെങ്ങും പരാതി നൽകിയിട്ട് പോലും ഈ സംഭവത്തിൽ പോലീസ് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പോലീസ് ജാഗ്രത പാലിക്കേണ്ടതാണ്. കേസുകൾ എടുക്കുന്നതിൽ, ഈ ആശുപത്രി കേസുകളിൽ പോലീസ് ഇത്തരത്തിൽ കേസ് എടുക്കുന്നതിൽ വൈകിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ കുട്ടിയുടെ മാതാവ് കോടതിയെ സമീപിച്ചത്. കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കാനായി ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ 1 വർഷം പിന്നിടുമ്പോഴാണ് കോടതി ഉത്തരവ് വരികയും ചെയ്തത്. എന്തായാലും കുട്ടി മരണപ്പെട്ടു പോയി. എന്തായാലും ഡോക്ടർമാരുടെ പേരിൽ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം സ്വമേധയെ കേസെടുക്കാൻ വേണ്ടി പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചത്. ഇത് സംബന്ധിച്ച് ഇന്നലെ രാത്രി തന്നെ പുന്നൂർ പോലീസ് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുന്നൂർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ മൊഴിയെടുക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടപടി ഉണ്ടാകുമെന്നാണ് പുന്നൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ഹർഷൻ.